ഇപ്പം നിൽക്കുന്നിടത്തുനിന്ന് ഓടിപ്പോവാനും അല്ലെങ്കിൽ ചുറ്റുമുള്ള ആളുകളൊന്നും എൻ്റെ വൈബിന് മാച്ചല്ല എന്നൊക്കെ തോന്നുന്നുണ്ടല്ലേ. പക്ഷെ അവരുമായിട്ട് കമ്മിറ്റ് ചെയ്ത അവസ്ഥ എടുത്ത് കളയാൻ പറ്റാത്തത് കൊണ്ട് നമ്മളിപ്പോൾ ആ ജയിലിലാണ് നിൽക്കുന്നത്. ഓക്കെ, പക്ഷെ നമ്മുടെ പഴയ കാലത്ത് നമ്മളിൽ സംഭവിച്ച നല്ല കാര്യങ്ങളും ഇങ്ങനെയൊക്കെ ആയിരുന്നെങ്കിൽ എനിക്ക് നല്ലൊരു ഭാവി ഉണ്ടായിരുന്നു എന്നൊക്കെ നമ്മൾ ചിന്തിച്ചിട്ടാണ് ഇപ്പോഴത്തെ അവസ്ഥയും നമ്മൾ ഇപ്പം നിൽക്കാൻ പറ്റാത്ത രീതിയിലാക്കിക്കൊണ്ടിരിക്കുന്നത്. നമ്മളിനിപ്പോൾ ഏത് ഹിമാലയത്തിലായാലും ഇപ്പം നിൽക്കുന്നിടത്ത് നിന്ന് ഒളിച്ചോടിയാലും നമുക്ക് അനുഭവിക്കാനുള്ളത് നമ്മളെ തന്നെയാണ് അല്ലേ. അപ്പോൾ നമ്മളിൽ ഒരുപാട് തീരുമാനങ്ങളും ഒരുപാട് നിർദ്ദേശങ്ങളുള്ള ഒരു ഞാനാണ് എന്നെ കൊണ്ട് നടക്കുന്നതെങ്കിൽ നമ്മളെവിടെ പോയാലും ഈ അസ്വസ്ഥത തന്നെയാണ് ഉണ്ടാവാൻ പോണത്. ആളുകളും സാഹചര്യവും ഈ വെറുപ്പും ദേഷ്യമൊക്കെ വ്യത്യസ്തമായ രീതിയിലാവുന്നേ ഉള്ളൂ. സംഭവമൊക്കെ വരാൻ പോണത് ഇതുപോലെ തന്നെ. അപ്പോൾ ഇപ്പം നമ്മളിരിക്കുന്നിടത്ത് നമ്മളൊന്ന് ശ്രദ്ധിച്ചിട്ട് എവിടെയാണ്, കാരണം ഇടയ്ക്കിടയ്ക്ക് ഞാൻ നോർമലാവുന്നുണ്ടല്ലോ. ആ നോർമൽ സ്റ്റേറ്റ് എവിടെയെല്ലാമാണ് ഞാൻ വിട്ടുപോണത്, എവിടെയെല്ലാമാണ് ഞാൻ ഇവർക്കെല്ലാം എൻ്റേതാണെന്നുള്ള ആ ഒരു അറ്റാച്ച്മെൻറ്റും പൊസസീവ്നെസ്സിലൂടെയും ഇവരെല്ലാവരെയും നിയന്ത്രിക്കുന്നത്. പുറത്ത് നിയന്ത്രിക്കണില്ലെങ്കിൽ ഉള്ളിലും ആ തോന്നൽ വെച്ചിട്ട്, ആ തോന്നലുള്ളത് കൊണ്ടാണല്ലോ നിങ്ങൾ കഷ്ടപ്പെടണം, വിഷമിക്കണം. റോട്ടിലൂടെ ഒരു ഭ്രാന്തൻ നിങ്ങളെ തെണ്ടിയെന്ന് വിളിച്ചാൽ നിങ്ങൾക്ക് പ്രശ്നമില്ല. പക്ഷെ നിങ്ങളുടെ ഭാര്യയാണ് വിളിച്ചതെങ്കിൽ, മക്കളാണ് വിളിച്ചതെങ്കിൽ നിങ്ങളുടെ കയ്യിൽ ഒരുപാട് നിയമമുണ്ട്. അപ്പോൾ അത് പ്രകാരം മക്കളും ഭാര്യയും വിളിക്കാൻ പാടില്ല. ആ സംഭവിക്കുന്ന കാര്യങ്ങളെ അതുപോലെ കാണാനുള്ള കപ്പാസിറ്റി നിങ്ങൾക്കില്ല. അതുകൊണ്ടല്ലേ പ്രശ്നം എന്ന് പറയുന്നത്. അപ്പോൾ അത് എന്തുകൊണ്ടാണെന്ന് ഉള്ളിലൊന്ന് പരിശോധിച്ച് നോക്കിയേ, അതിൻ്റെ കറക്റ്റ് സാധനം കിട്ടും. നമ്മൾ ഉണ്ടാക്കി വെച്ച ചില അവസ്ഥകൾ മാത്രമാണ് നമുക്ക് പ്രശ്നം തരുന്നതെന്ന് കാണാൻ പറ്റും. അത് കണ്ടു കഴിഞ്ഞാൽ നമുക്ക് എല്ലാം ഒരുപോലെ കാണാനുള്ള കപ്പാസിറ്റിയും അതിൽ നിന്ന് തന്നെ കിട്ടാനുള്ളത്. വളരെ ഈസിയല്ലേ.